നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ അറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. ബഹ്റൈനിലേക്കാണോ നിങ്ങളുടെ യാത്ര എങ്കിൽ ഇതറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനുള്ള ആധികാരിക രേഖയാണ് CPR എന്നത്. സ്വദേശികളും പ്രവാസികളുമായ എല്ലാ വ്യക്തികൾക്കും ബാങ്ക്, ടെലികോം തുടങ്ങി രാജ്യത്തെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ CPR നമ്പർ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ഇലക്ട്രിസിറ്റി ബില്ലുള്ളവർക്ക് CPR എടുക്കുന്നത് എളുപ്പമാണ്. ജോലി ചെയ്യുന്ന കമ്പനി LMRAയിലും CIOയിലും വിലാസം അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന് മാത്രം. കുടുംബാംഗങ്ങൾക്കാണ് CPR എടുക്കുന്നതെങ്കിൽ അവരുടെ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. ഒരു ബഹ്റൈനി ഏജന്റിന്റെ ID അല്ലെങ്കിൽ bahrain.bh മുഖേനയാണ് CPR അപേക്ഷയ്ക്കുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്. അപേക്ഷകർ പാസ്പോർട്ടുമായി CPR ഓഫീസിൽ നേരിട്ടെത്തി ഒപ്പിടണം. 10 ദിനാറാണ് CPRനുള്ള അപേക്ഷാ ഫീസ്. ഗ്രേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയും അപേക്ഷയ്ക്കൊപ്പം നിർബന്ധമാണ്. ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയാണ് വാടകക്കാരൻ എങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അഡ്രസ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷമാണ് CPRന് അപേക്ഷിക്കേണ്ടത്. ഇതിനായി bahrain.bh എന്ന വെബ്സൈറ്റിൽ ലീസ് കോൺട്രാക്ട് രജിസ്ട്രേഷൻ നടത്തണം. അതിനുശേഷം അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചാൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 5 ദിനാറാണ് ഇതിനുള്ള ഫീസ്. ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയാണ് വാടക കരാറെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് CPRന് അപേക്ഷിക്കാം. കുട്ടികൾക്ക് വേണ്ടിയാണ് CPR എടുക്കുന്നതെങ്കിൽ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ വിവാഹ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ചില കേസുകളിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഡൽഹിയിൽ നിന്ന് അപ്പോസ്റ്റിൽ ചെയ്യിക്കേണ്ടി വരാറുണ്ട്. ബഹ്റൈനിൽ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ തന്നെ CPR നമ്പർ രേഖപ്പെടുത്താറുണ്ട്. സ്വന്തമായി ഇലക്ട്രിസിറ്റി ബില്ലില്ലാത്ത ബാച്ചിലേഴ്സിന് പരിചയക്കാരോ ബന്ധുക്കളോ ആയ ബാച്ചിലേഴ്സിന്റെ വിലാസത്തിൽ CPRന് അപേക്ഷിക്കാം. ഒരു വിലാസത്തിൽ 20 പേർക്ക് വരെ CPR എടുക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിലാസ ഉടമയും ഹാജരായി ഒപ്പുവെക്കണം. സ്വന്തമായി ഇലക്ട്രിസിറ്റി ബില്ലില്ലാത്ത കുടുംബമാണെങ്കിൽ ഇതുപോലെ മറ്റൊരു കുടുംബത്തിന്റെ വിലാസത്തിൽ അപേക്ഷിക്കാം. CPRലെ വിലാസം അനുസരിച്ചാണ് ഹെൽത്ത് സെന്റർ ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. പരിചയക്കാർ അല്ലാത്തവരുടെ വിലാസത്തിൽ CPR എടുക്കുമ്പോൾ വളരെ ജാഗ്രത പുലർത്തണം. ജനനവർഷത്തിന്റെ അവസാന 2 അക്കമായിരിക്കും CPRന്റെ ആദ്യ 2 അക്കം. തുടർന്നുള്ള 2 അക്കം ജനിച്ച മാസവുമായിരിക്കും. CPRന്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ബ്ലോക്ക് നമ്പർ ഉൾപ്പെടെ വിലാസവും മറ്റു വിവരങ്ങളും ഇതിലുണ്ടാകും. പല ഓൺലൈൻ സേവനങ്ങൾക്കും ബ്ലോക്ക് നമ്പർ നിർബന്ധമാണ്. CPRലെ വിലാസം പിന്നീട് മാറ്റുകയാണെങ്കിൽ CPR കിയോസ്കിലോ ഓഫീസിലോ ചെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. CPRന്റെ കാലാവധി കഴിഞ്ഞാൽ പുതുക്കുന്നതിന് ഈ നടപടിക്രമങ്ങൾ വീണ്ടും ചെയ്യേണ്ടതാണ്. CPR പുതുക്കിയാൽ ബാങ്ക്, മറ്റ് സർക്കാർ രേഖകൾ എന്നിവിടങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.